കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കാം. ദിയാൽത്താരയിൽ ഈശോ എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. നമ്മുടെ അവസ്ഥകളെ, നമ്മൾ കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങളെ എല്ലാറ്റിൻ്റെ മേലും അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മീതെയും കർത്താവേ, നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റോ മുട്ടുകുത്തിയോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷം പ്രാർത്ഥിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-16 തിരുവചനങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ അതിനും കൂട്ടിച്ചേർക്കുകയാണ്, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇത് തന്നെയാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം. ഇവിടെ നിന്നാണ് കർത്താവിൻ്റെ കരുണയും കൃപയും നമ്മളിലേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ട് ഈ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ അതിനെ പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാം. എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം നിൽക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളിലും നമ്മെ അറിയാനും മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ഇവന് പറ്റും. ആ പ്രത്യാശയോടെയാണ് തമ്പുരാന്റെ മുമ്പിൽ നാം നിൽക്കേണ്ടത്. നമ്മുടെ ബലഹീനതകൾ നമുക്കറിയാം, നമ്മുടെ കുറവുകൾ നമുക്കറിയാം, നമ്മുടെ പോരായ്മകൾ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ ഒക്കെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഈ സമയത്ത് ഒരുപക്ഷെ മനുഷ്യരാരും കൂടെ ഉണ്ടാകണമെന്നില്ല, ആരും സഹതപിക്കണമെന്നില്ല, ചേർന്ന് നിൽക്കണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ഒരു മനുഷ്യജീവിതം കടന്നു പോകുന്ന സകല അനുഭവങ്ങളെയും മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് ഇയാൾ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. കാരണം അവൻ മനുഷ്യനായി ഈ ലോകത്ത് വന്ന് മനുഷ്യൻ്റെ എല്ലാ വേദനകളും അവൻ ഏറ്റെടുത്ത് കടന്നുപോയവനാണ്. അതുകൊണ്ട് പാപമൊഴികെ മറ്റെല്ലാറ്റിലും ഇവൻ നമ്മെപ്പോലെ സമനാണ്. ഈശോ പരീക്ഷിക്കപ്പെട്ടവനാണ്. പ്രലോഭനങ്ങളുണ്ടായി ഈശോയ്ക്ക്. ഈശോ നമ്മളെക്കാളും അധികം സഹിച്ചവനാണ്. അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ടവനാണ്, തിരസ്കരിക്കപ്പെട്ടവനാണ്. അവനെ ഭ്രാന്തനെന്ന് കൂടെ ഉണ്ടായിരുന്നവരും കൂട്ടുകാരും കൂടപ്പിറപ്പുകളും പോലും വിളിച്ചതാണ്. അത്രമാത്രം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സകല സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ ഈശോ കടന്നുപോയത് എന്തിനാണെന്നറിയാവോ? നമ്മുടെ ബലഹീനതകളിൽ അവൻ നമ്മോടൊപ്പം നിൽക്കും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ്. മോളെ, മോനെ, നീ അനുഭവിക്കുന്ന അവസ്ഥ എന്തുവാകട്ടെ, നീ കടന്നു പോകുന്ന നിന്റെ പ്രശ്നങ്ങൾ എന്തുവാകട്ടെ, രോഗിയായിരിക്കാം. ആ രോഗാവസ്ഥകളുടെ നടുവിൽ വല്ലാത്ത ഒറ്റപ്പെടലും വല്ലാത്ത ഭാരവും സങ്കടമൊക്കെ നീ അനുഭവിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നീ എത്തേണ്ട, നീ ആഗ്രഹിച്ച ജീവിത സാഹചര്യങ്ങളിലെങ്ങും നീ എത്തിയിട്ടില്ലായിരിക്കാം. അതിൻ്റെ നിരാശയും ആകുലതകളും ഭാവിയെക്കുറിച്ചുള്ള സങ്കടങ്ങളൊക്കെ നിന്നെ അലട്ടുകയും വേട്ടക്കാടുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. അത് ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ നിന്റെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് നിരന്തരം
മാനസികമായി വിഷമിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകാം. പ്രതീക്ഷിച്ചതുപോലെ മക്കളുടെ ജീവിതം എത്തിത്തീരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ, സാമ്പത്തിക മേഖലകൾ, വരുമാന മാർഗങ്ങളിലുള്ള ഞെരുക്കങ്ങൾ, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങളെ ഞെരുക്കുന്നുണ്ടാകാം. മോനെ, ഈ അനുഭവങ്ങളിലും നിന്റെ ഈ എല്ലാ ബലഹീനതകളിലും നിന്നോടൊത്ത് നിൽക്കാൻ, നിന്നോട് ചേർന്ന് നിൽക്കാൻ കഴിവുള്ളവൻ ഈ അൽത്താരയിലുണ്ട്. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയോടെയാണ് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ വരിക എന്ന് വചനം പറയുക. എന്നിട്ട് ഈ പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും കരുണയും കൃപാവരവും നമുക്ക് നിരന്തരം സ്വീകരിക്കാം. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവിനോട് പറ, ഈശോയെ, എൻ്റെ ഈ ബലഹീനതകളിൽ നിന്റെ കൃപ വേണം. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ്, കാരണം ദൈവത്തിൻ്റെ കൃപയാണ് എന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. കർത്താവ്, ഈ ബലഹീനതകളിൽ വീണു പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, തളരാതിരിക്കാൻ എനിക്ക് നിന്റെ കൃപ വേണം. ആ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചാരയാണല്ലോ മക്കളെ നിൽക്കുന്നത്. ഈശോയെ, നിന്റെ അനന്തമായ കാരുണ്യം അനുഭവിക്കാൻ എനിക്ക് പറ്റണം. നിന്റെ കരുണ അനുഭവിക്കാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലത്തെ സാഹചര്യങ്ങളിലാണ് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ മക്കളൊക്കെ എത്തി നിൽക്കുന്നത്. എൻ്റെ തമ്പുരാനോട് പറ, ഈശോയെ, എൻ്റെ മേൽ നിന്റെ കരുണ കാണിക്കണമേ. നിന്റെ കൃപയുടെ വാതിൽ ഇപ്പോൾ എന്നിലേക്ക് നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് വചനം പറയുന്നത് പോലെ, അതിനാൽ വേണ്ട സമയത്ത്, നിനക്ക് വേണ്ട സമയത്ത് കർത്താവിൻ്റെ കരുണ ആവശ്യമുള്ള, കൃപ ആവശ്യമുള്ള സമയമാണിത്. അത്ര കണ്ട് ബലഹീനമായി നിന്റെ മനസ്സും ശരീരവും ആത്മാവൊക്കെ നിൽക്കുന്ന സമയമാണ്. വേണ്ട സമയത്ത് കൃപയും കരുണയും സ്വീകരിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. കർത്താവേ, ഈ മക്കളോട് ചേർന്ന് കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കുചേർന്നു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും തമ്പുരാനെ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ കരുണയും നിന്റെ കൃപയും ആണല്ലോ ഓരോ നിമിഷവും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നത്. കർത്താവേ, ഞങ്ങൾ മനുഷ്യരാണ്, മാനുഷിക ബലഹീനതകളുള്ളവരാണ്, കുറവുകളുള്ളവരാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്നവരാണ് ഞങ്ങൾ. യേശുവേ, നിന്റെ കരുണ വർഷിക്കണമേ. കർത്താവേ, നിന്റെ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരുമില്ലേ അങ്ങേ പോലെ കരങ്ങൾ കൂപ്പി യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന, 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 ആരാധന. എൻ പ്രേമഗീതമാ എന്നീ
യേശുനാഥാ നീ എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് ഈശോയെ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് ആരാധന 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 ആരാധന. മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷമാണ്. നമ്മൾ ചോദിച്ചതും യാചിച്ചതും തമ്പുരാൻ കേട്ടുവെന്ന വിശ്വാസത്തോടെ തമ്പുരാൻ്റെ ആശീർവാദം സ്വീകരിക്കുക. ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെയും കർത്താവിൻ്റെ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും തണലിൽ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ.